സത്യങ്ങൾ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് പോലെയൊന്നും ആയിരിക്കില്ലല്ലോ മുത്തശ്ശി. മോടെ വയറ്റിലൊരു കുഞ്ഞുണ്ട്. അതിനെയാ മോൾ ഇപ്പൊ ശ്രദ്ധിക്കേണ്ടത്. മോള് മാത്രമല്ല, ആദർശും. അല്ലാതെ എന്തിനാ വീട്ടിൽ നിന്ന് പുറത്താക്കിയവന്റെ പിന്നാലെ നിങ്ങളൊക്കെ നടക്കുന്നേ? അമ്മയെ കണ്ടു കഴിഞ്ഞാൽ കാര്യങ്ങൾ അറിയാന്ന് ചിലപ്പോൾ ആദർശ് മോളോട് പറഞ്ഞു കാണും. അതായിരിക്കും മോൾ ഈ സമയത്ത് അടുക്കളയിലോട്ട് വന്നത്. മോളെ, മുത്തശ്ശന് ഇഷ്ടമില്ലാത്ത ആൾക്കാരെ പറ്റിയൊന്നും ഈ വീട്ടിനകത്ത് സംസാരം വേണ്ട. പക്ഷേ അവനെ സൂക്ഷിക്കണം. അവനിപ്പോ പരാജയപ്പെട്ടതുകൊണ്ട് പിടിച്ചു കയറാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യും. മൂർത്തീസ് ജ്വല്ലറിയെ തറ പറ്റിക്കണം, അതാ അവന്റെ ആഗ്രഹം. എന്നുവെച്ചാ അതുപോലെ അപമാനിച്ച അവനെ ഇവിടുന്ന് പടിയിറക്കി വിട്ടത്. നിനക്ക് ഓർമ്മയുണ്ടല്ലോ ദേവയാനി അവന്റെ കാര്യം? സംസാരിക്കാനൊക്കെ എന്തൊരു മിടുക്കനായിരുന്നു. അന്നൊക്കെ നീ പോലും പറഞ്ഞിട്ടുണ്ട് ജയനോട് അവരൊക്കെ നാഗേന്ദ്രനെ കണ്ടു പഠിക്കണോന്ന്. അത്രയ്ക്ക് സ്മാർട്ടായിരുന്നല്ലോ അമ്മ അയാള്. അതിനുശേഷമല്ലേ തനി സ്വരൂപം എല്ലാവർക്കും മനസ്സിലായത്. ഒരർത്ഥത്തിൽ ചെയ്യാത്ത കുറ്റത്തിന് നാഗേന്ദ്രൻ ജ്വല്ലറിയിൽ നിന്ന് പുറത്തായത്. പക്ഷേ വീട്ടിൽ നിന്ന് പുറത്താവാനുള്ള കാരണം ഇപ്പോഴും വ്യക്തമല്ല. ഓണം വരുക. ആ സമയത്ത് നമ്മൾ ബിസിനസ്സിലല്ലേ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, അല്ലാതെ ഇത്തരം കാര്യങ്ങളിലാണോ ആദർശേ? നാഗേന്ദ്രനെ ഈ കുടുംബത്തിൽ നിന്ന് ഒഴിവാക്കിയതാണ്. അങ്ങനെയുള്ള ഒരുത്തന്റെ പിന്നാലെ നീ എന്തിനാ നടക്കുന്നേ? അല്ലെങ്കിലും അയാൾ ഈ വീട്ടിൽ നിന്ന് പോകാനുള്ള കാരണം അറിയുന്നത് നല്ലതല്ലേ ഇളയച്ച? പ്രത്യേകിച്ച് സ്വർണത്തിന്റെ വിഷയത്തിൽ അയാൾ നിരപരാധിയാണെന്ന് അറിഞ്ഞ സ്ഥിതിക്ക് ഉറപ്പായിട്ടും അയാളെ വീണ്ടും അപ്പച്ചി ചീറ്റ് ചെയ്യുമെന്ന് അറിയുന്നതിൽ എന്താ ഇപ്പൊ തെറ്റ്? ആദർശേ, നാഗേന്ദ്രന്റെ പേര് പറയുന്ന പോലും നിന്റെ മുത്തച്ഛന് ഇഷ്ടമല്ല. എനിക്കും നിന്റെ അച്ഛനും ഒക്കെ അങ്ങനെ തന്നെയാ. അയാളുടെ പിന്നാലെ പോയി ഞാൻ എന്റെ സമയമൊന്നും കളയുന്നില്ല ഇളയച്ച. ബിസിനസ് ഒക്കെ ഇപ്പൊ നന്നായിട്ട് തന്നെയാ പോകുന്നത്. എങ്കിലും ഒരു സംശയം കടന്നുകൂടി കഴിഞ്ഞാൽ അതിലൊരു വ്യക്തത കിട്ടുന്നതുവരെ ഞാൻ എന്റെ പിന്നാലെ പോകും. അത് എന്റെ ഒരു സ്വഭാവമാണ്. അച്ഛനെ വെറുപ്പുണ്ടാക്കുന്ന ഒരു കാര്യവും ചെയ്യാത്തതാ നല്ലത്. അല്ല, ഈ വിഷയത്തെപ്പറ്റി ഇളയച്ചൻ എന്തെങ്കിലും അറിയെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാ ഞാൻ ഈ വിഷയം എടുത്തിട്ടത്. നിന്നോട് ശങ്കരേട്ടൻ പറഞ്ഞതിനപ്പുറമുള്ള കഥകളൊന്നും എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. പക്ഷേ അന്ന് ആ സ്വർണ്ണ വിഷയത്തിൽ വല്ലാത്തൊരു ചതിയ അപ്പച്ചി അയാളോട് കാണിച്ചത്. ഇടാ, അത് ശങ്കരൻ പറഞ്ഞ കഥയല്ലേ? അത് ശങ്കരനോട് ആരാ പറഞ്ഞത്? ആ നാഗേന്ദ്രൻ. എങ്കിലും ആ സംഭവം നടക്കുന്നതിന് മുമ്പ് വരെ നമ്മുടെ ജ്വല്ലറിയെ വളർത്തിയതിൽ നാഗേന്ദ്രൻ ഒരു പങ്കില്ലേ ഇളയച്ച? അവനൊരു പങ്കുമില്ല. അത് അവന്റെ മാത്രം മിടുക്കല്ല. അച്ഛനും ജയേട്ടനും ഞാനും ഒക്കെ കഴിവിന്റെ പരമാവധി പണിയെടുത്തിട്ടാണ് ജ്വല്ലറി ഈ നിലയിലാക്കിയത്. അതിനുശേഷം നീ മൂർത്തീസ് ജ്വല്ലറിയുടെ MD ആയതോടെ കുറച്ചുകൂടെ വളർച്ചയുണ്ടായി. ഇനിയിപ്പോ അതിന്റെ ക്രെഡിറ്റ് എന്തിനാ വേറൊരുത്തനെ ചാർത്തി കൊടുക്കുന്നേ? മോനെ, അവനെ ശരിക്കും നിനക്കറിയില്ല. നാഗേന്ദ്രൻ എന്ന പേര് തന്നെ അവന്റെ അച്ഛനും അമ്മയും അറിഞ്ഞുകൊണ്ട് അവനിട്ടതാ. അപ്പച്ചിയുടെ ഇതുവരെയുള്ള സ്വഭാവം വെച്ച് നോക്കിയാലേ അപ്പച്ചി അതൊന്നും ചെയ്തില്ല എന്നൊന്നും പറയാൻ പറ്റില്ല ഇളയച്ച. ഈ കാര്യത്തിൽ അവള് നിരപരാധിയാണ്. തെറ്റ് ചെയ്തത് നാഗേന്ദ്രൻ തന്നെയാ. എന്നിട്ടവൻ വീണ്ടും വന്നിരിക്കുക പകരം വീട്ടാനായിട്ട്. എനിക്കൊന്നേ നിന്നോട് പറയാനുള്ളൂ, അവന് വേണ്ടി നിന്റെ സമയം കളയരുത്. അവനെ കാണാനും ശ്രമിക്കരുത്. ശരി ഇളയച്ച. പുതിയ ഡിസൈൻ വരയ്ക്കാണെന്ന് തോന്നുന്നല്ലോ. ഓണമൊക്കെ അല്ലേ, വെറൈറ്റി വേണ്ടേ ആദർശേട്ടാ? എന്ന് വെച്ച് കൂടുതൽ സ്ട്രെയിൻ ഒന്നും എടുക്കണ്ട കേട്ടോ.
ഇതിനെന്ത് സ്ട്രെയിനാ? എങ്കിലും നിന്റെ ബ്രെയിനാണല്ലോ വർക്ക് ചെയ്യുന്നത്. പിന്നെ നമ്മൾ സംശയിച്ചതുപോലെ തന്നെയാ ഇളയച്ചന്റെ പോക്ക്. മുത്തശ്ശനെക്കാളും ഇപ്പൊ നാഗേന്ദ്രന്റെ പേര് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നത് ഇളയച്ചനാ. ഞാൻ അച്ഛനോട് നാഗേന്ദ്രനെ പറ്റി സംസാരിച്ചിരുന്നു. അച്ഛൻ അയാളോട് വെറുപ്പുണ്ടെങ്കിലും എന്നോട് അതിന്റെ പേരിൽ ചൂടായൊന്നുമില്ല. നമ്മൾ അറിഞ്ഞ കാര്യങ്ങളെ അയാളുടെ പുറത്താക്കലിനെ പറ്റി അച്ഛനും അറിയാവൂ. പക്ഷേ അതിന്റെ പിന്നാലെ നമ്മൾ നടക്കുന്നതിനെ ഇളയച്ചൻ വിമർശിക്കുക. നാഗേന്ദ്രനെ ഈ തറവാട്ടിൽ നിന്ന് പുറത്താക്കിയതിൽ ഇളയച്ചൻ എന്തെങ്കിലും പങ്കിടുന്നെന്നാണോ ആദർശേട്ടൻ പറഞ്ഞു വരുന്നത്? അങ്ങനെ വളഞ്ഞ വഴിയൊന്നുമുള്ള ആളല്ല എന്റെ ഇളയച്ചൻ. അച്ഛനെയും മുത്തശ്ശനെയും പോലെ തന്നെ ചിന്തിക്കൂ. അങ്ങനെയുള്ള ഒരാള് പക്ഷെ ഈ വിഷയത്തിൽ മാത്രം ഇത്രയും ദേഷ്യം കാണിക്കുന്ന എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആദർശേട്ടൻ പറയുന്ന പോലെ ഒരു കാര്യം സത്യം, ചെറിയ കാര്യങ്ങൾക്കൊന്നും മുത്തശ്ശൻ അയാളെ തറവാട്ടിൽ നിന്ന് പുറത്താക്കില്ല. ഈ സ്വർണത്തിന്റെ തിരുമറിക്ക് ശേഷം എന്തോ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അതിൽ അപ്പച്ചിയും പങ്കാളിയാ. അതേപ്പറ്റി ഒരുപക്ഷെ ഇളയച്ചനും അറിയായിരിക്കും. പിന്നെ ഇളയച്ചൻ മാത്രമല്ല, ഇളയമയും നാഗേന്ദ്രനെ പറ്റി പറയുമ്പോൾ ചൂടാവുന്നുണ്ട്. 1-2 തവണ ഞാനതിന് സാക്ഷിയായതാണ്. എന്നുവെച്ചാൽ അപ്പച്ചി, ഇളയച്ചന് ഇളയമ്മ, ഈ 3 പേർക്കും നമ്മൾ സംശയിക്കുന്ന പോലെ ആ വിഷയത്തെപ്പറ്റി അറിയാമെന്ന എന്റെ വിശ്വാസം. ഇനിയിപ്പോ ഓണത്തിന്റെ തിരക്കായതുകൊണ്ട് ഞാൻ അതിന്റെ പിന്നാലെ ഒന്നും നടക്കാൻ പോകുന്നില്ല. പക്ഷേ അതെന്റെ മനസ്സിൽ തന്നെയുണ്ട്. സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ അതറിയാൻ ശ്രമിക്കും. അതെന്തിനു വേണ്ടിയാണെന്ന് നിനക്ക് മനസ്സിലായോ? സ്വർണത്തിന്റെ തിരിമറി നമ്മുടെ ജ്വല്ലറിയിൽ നടക്കുന്നതിന് മുമ്പ് വരെ നമ്മുടെ ജ്വല്ലറിക്ക് വേണ്ടി ചോര നീരാക്കിയ ആളാ ഈ പറയുന്ന നാഗേന്ദ്രൻ. പാരമ്പര്യമായിട്ട് മുത്തശ്ശനൊക്കെ സ്വർണ്ണ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിലും മൂർത്തീസ് ജ്വല്ലറിക്ക് ഒരു ഉയർച്ചയുണ്ടായത് ഈ പറയുന്ന നാഗേന്ദ്രന്റെ വരവോടെ. അത്രയും നാള് അയാൾ സ്വാർത്ഥതയൊന്നും കാണിച്ചിട്ടില്ല. തനിക്ക് വേണ്ടി ഒന്നും വഴിവിട്ട രീതിയിൽ നേടിയിട്ടുമില്ല. അങ്ങനെ ഒരാൾക്കൊരു സുപ്രഭാതത്തിൽ തറവാട്ടിൽ നിന്ന് പോവേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അയാൾ ആ സ്വർണത്തിന്റെ കാര്യത്തിൽ ചതിക്കപ്പെട്ടതിനേക്കാൾ വലിയൊരു ചതി നടന്നിട്ടുണ്ട്. അതുകൊണ്ട് വർഷങ്ങൾക്ക് ശേഷം ഒരു പ്രതികാര ബുദ്ധിയോടെ അയാൾ ഈ നാട്ടിലേക്ക് വന്നത്. എന്താടാ ആലോചിച്ചിരിക്കുന്നത്? നീ ആരെ പറ്റി ആലോചിക്കുന്നത്? ഞാൻ ആരെ പറ്റി ആലോചിച്ചൊന്നുമില്ല. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അനാമികയായിട്ടുള്ള നിന്റെ ബന്ധം പിരിയാത്തത് കൊണ്ടാ അവന്തിക മോളുമായിട്ടുള്ള നിശ്ചയം നടക്കാതിരുന്നത്. അടുത്ത കോടതി കൂടുമ്പോ നിനക്ക് ഡിവോഴ്സ് കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും മുടങ്ങിപ്പോയി നിന്റെ നിശ്ചയം ഞാൻ നടത്തും. നടത്തിക്കോ, പക്ഷെ അവളുടെ കയ്യിൽ മോതിരിടാനേ ഞാനുണ്ടാവില്ല. നിനക്ക് മാത്രമായിട്ട് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. നന്ദുവിന്റെ അച്ഛനും അമ്മയ്ക്ക് ഇഷ്ടമല്ലല്ലോ അവളെ ഇങ്ങോട്ട് വിടുന്നത്. അവര് നിന്നെ അവളെ ഇന്ന് അകറ്റി നിർത്തല്ലേ ചെയ്യുന്നത്. അങ്ങനെയുള്ളപ്പോ നിനക്ക് നാണമില്ലേടാ അവളുടെ പിന്നാലെ നടക്കാൻ? ഇല്ല, നാണോ ഇല്ല. നീ ഈ വീട്ടിലെ പയ്യൻ തന്നെയാണോടാ? നിന്റെ മുത്തശ്ശന്റെ കൊച്ചുമോൻ തന്നെയാണോ? ഓ, അതമ്മ പോയി മുത്തശ്ശനോട് ചോദിക്കേ. എടാ, നിങ്ങൾ എല്ലാരും കൂടെ കഴിഞ്ഞ ദിവസം ടൂറ് പോയില്ലേ? ആ നവീനല്ലേടാ അത് അറേഞ്ച് ചെയ്തേ. അവൻ നന്ദുവിനെ കല്യാണം കഴിക്കാൻ പോവാടാ. അതവൾക്ക് ഇഷ്ടമൊന്നുമല്ല. ആര് പറഞ്ഞു ഇഷ്ടമല്ലെന്ന്? എന്തുകൊണ്ട് നിന്നേക്കാളും യോഗ്യനാ നവീൻ. മിടുക്കനാ. അവനവന്റെ കഴിവുകൊണ്ടാ നമ്പർ 1 വക്കീലായത്. ആയിക്കോട്ടെ, എന്നെക്കാളും കഴിവുള്ളവനാണ് നവീൻ, അല്ലാന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ഇനി നവീൻ നന്ദുവിനെ കെട്ടുവാണെങ്കിൽ കെട്ടിക്കോട്ടെ, എന്നാലും എനിക്ക് കുഴപ്പമില്ല. അത് ശരി. പിന്നെ നീ നന്ദുവിനെ കെട്ടത്തുള്ളൂ എന്ന് പറഞ്ഞ് നടക്കുന്നതോ? നന്ദുവിനെ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ മറ്റൊരു പെണ്ണിനെ എനിക്ക് വേണ്ട, അത്രേ ഞാൻ പറഞ്ഞോളൂ. എന്നുവെച്ചാ നവീനും നന്ദുവായിട്ടുള്ള കല്യാണം നടക്കുവാണെങ്കിൽ പിന്നെ എനിക്ക് വേണ്ടി പെണ്ണന്വേഷിച്ച് ഈ വീട്ടിലുള്ള ആരും നടക്കണ്ട. അപ്പൊ പിന്നെ എനിക്കൊരു മരുമോള് വേണ്ടടാ. അമ്മ, ഇന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ തന്നെയാ പല അമ്മമാരും കഴിയുന്നത്. ആൺകുട്ടികൾക്ക് പെണ്ണ് കിട്ടാനൊക്കെ കുറച്ച് പാടാ. അതിന് നിനക്ക് ഇവിടെ പെണ്ണ് അന്വേഷിച്ച് നടക്കേണ്ട കാര്യമുണ്ടോ? നിന്റെ മുന്നിൽ തന്നെയല്ലേ നിനക്കുള്ള പെണ്ണ്. എനിക്ക് അവളെ ആ രീതിയിലൊന്നും കാണാൻ പറ്റില്ല. ഞാൻ എന്റെ ജീവിതത്തില് ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചിട്ടുള്ളൂ, അത് നന്ദുവാ.
അനാമികയെ കല്യാണം കഴിക്കുമ്പോൾ പോലെ എന്റെ മനസ്സിൽ നന്ദുവായിരുന്നു. ആ സമയത്ത് 2 ചേച്ചിമാർക്ക് പിന്നാലെ അവളും കൂടി ഇങ്ങോട്ട് വരണ്ടാന്ന് പറഞ്ഞ് എല്ലാരും കൂടി ഭയങ്കര ബഹളമായിരുന്നു. അതുകൊണ്ടാ എനിക്ക് അവളെ നഷ്ടപ്പെട്ടത്. ഇനി എന്തായാലും ഒരു ഭാഗ്യ പരീക്ഷണത്തിന് ഞാനില്ല. അച്ഛാ, അച്ഛൻ അമ്മയെ പറഞ്ഞ് തിരുത്തണം. എന്റെ ഡിവോഴ്സ് നടന്നാലും ശരി, അവധിയെ കെട്ടാൻ ഞാൻ തയ്യാറല്ല. എല്ലാരും വെല്ലുവിളിച്ചുകൊണ്ട് നീ ആഗ്രഹിക്കുന്ന പെൺകുട്ടിയെ ഇങ്ങോട്ട് വിളിച്ചോണ്ടുവരാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അത് മാത്രമാണോ? എടാ, നവീൻ നിന്നെയും ഈ കുടുംബത്തിലുള്ളവരെ രക്ഷിച്ച പയ്യനാ. അതിലുപരി നമ്മുടെ കുടുംബ സുഹൃത്തുവാ. അവൻ ആലോചിച്ച പെൺകുട്ടിയെ നിനക്ക് വേണോന്ന് പറയുന്നത് തെറ്റല്ലേ മോനെ? അച്ഛൻ നവീന് വാക്കൊടുത്തത് നന്ദുന്റെ അച്ഛനും അമ്മയാ, അല്ലാതെ അവള് വാക്കൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ നിങ്ങൾ എല്ലാരും കൂടെ പൊന്മുടി ടൂർ പോയതോ? അതെന്തിന്റെ ആഘോഷമായിരുന്നു? ഞാൻ നവീനുമായിട്ട് സംസാരിച്ചാണല്ലോ. അവൻ ഹാപ്പിയാണ്. നിന്നെപ്പോലെ തന്നെ നവീനും നന്ദുവിനെ മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ട്. അച്ഛാ, ഞാനും നന്ദു തമ്മിൽ ഒന്നിക്കാൻ ഒരു സാഹചര്യം ഒത്തു വന്നാൽ അച്ഛൻ എന്റെ കൂടെ നിൽക്കോ ഇല്ലയോ, എനിക്കത് മാത്രം അറിഞ്ഞാൽ മതി. അച്ഛാ, അച്ഛൻ എന്താ ഒന്നും പറയാത്തേ? തൽക്കാലം പ്രയാസമാണ്. നിന്റെ അമ്മ മാത്രമല്ല, നന്ദുവിന്റെ അച്ഛനും അമ്മയും നിങ്ങളുടെ ബന്ധത്തിനെതിരാ. അതിലുപരി നയനയ്ക്കും നവ്യയ്ക്കും പിന്നാലെ ആ കുടുംബത്തിൽ നിന്ന് തന്നെ മറ്റൊരു പെൺകുട്ടിയെ കൂടി ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരണോ മോനെ? ഓ, അച്ഛനൊപ്പം അങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത് അല്ലേ? അല്ല, എന്നു മുതൽ അച്ഛന് ഈ രീതിയിലൊക്കെയുള്ള മാറ്റം ഉണ്ടായത്? എനിക്ക് മാറ്റമൊന്നുമില്ല. നീ അവന്തികയെ കല്യാണം കഴിക്കണമെന്നാണ് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ പറയുന്നത്. എടാ, അവരെയൊക്കെ ധിക്കരിച്ചിട്ട് എനിക്ക് മാത്രമായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ല. ഇപ്പൊ മുത്തച്ഛനും മുത്തശ്ശിയൊന്നും ഞാൻ അവന്തിയെ കല്യാണം കഴിക്കണമെന്ന് പറയുന്നില്ല, എന്നെ നിർബന്ധിക്കുന്നില്ല. എടാ, എങ്കിലും അവൾക്ക് പ്രതീക്ഷ കൊടുത്തതല്ലേ? ഓ, അപ്പൊ എന്റെ ഇഷ്ടങ്ങൾക്ക് ആഗ്രഹങ്ങൾക്ക് ഒരു വിലയുമില്ല. എടാ, എങ്കിലും അവൾക്ക് പ്രതീക്ഷ കൊടുത്തതല്ലേ? ഓ, അപ്പൊ എന്റെ ഇഷ്ടങ്ങൾക്ക് ആഗ്രഹങ്ങൾക്ക് ഒരു വിലയുമില്ല. മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ ബലിയാടാകണം. ഒരിക്കലങ്ങനെ എല്ലാവരുടെ ഇഷ്ടത്തിന് വേണ്ടി നിന്നതാണ് ഞാൻ. ആ കേസ് ഇന്ന് വരെ തീർന്നിട്ടില്ല. എനിക്ക് പറ്റില്ല അച്ഛാ. എന്റെ ജീവിതത്തിൽ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ അത് നന്ദുവായിരിക്കും. എടാ, നന്ദുവിനെ പോലൊരു പോലീസ് ഓഫീസർ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ തറവാട്ടിലേക്ക് വരുന്നത് അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എടാ, നിനക്ക് ഈ ധൈര്യം കിട്ടിയത് എവിടുന്നാടാ? 4 ഗുണ്ടകൾ വന്നാ പോലും എനിക്കൊരു പ്രശ്നവുമില്ല. അവരായുധമായിട്ട് വന്നാ പോലും ഞാൻ അവരെ നേരിടും. പക്ഷെ എന്റെ അച്ഛന്റെ അമ്മയുടെ മുന്നിൽ നമ്മുടെ കാര്യം സംസാരിക്കുമ്പോ ഞാൻ വിറച്ചു പോവാ. എന്നെ കൊണ്ട് ഒന്നിനും കഴിയില്ല, പ്രത്യേകിച്ച് ആ നവീനേട്ടൻ ആലോചനയായിട്ട് വന്ന ശേഷം. പക്ഷേ എന്റെ നിലപാട് ഞാൻ മാറ്റത്തില്ല. നവീൻ നമുക്കിടയിലേക്ക് വന്നതാ ഇപ്പൊ വലിയ കുഴപ്പമായത്. ഒരുപക്ഷെ അവൻ വന്നില്ലായിരുന്നെങ്കിൽ എന്റെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ നിന്റെ വീട്ടിലേക്ക് വന്നാനെ, നമ്മുടെ ബന്ധം ആലോചിക്കാനായിട്ട്. പക്ഷെ നരസിംഹ സാറിന്റെ കൊച്ചുമോനെ വേദനിപ്പിക്കാൻ എന്റെ വീട്ടിലുള്ള ആർക്കും കഴിയില്ല. അത് മറ്റൊന്നും കൊണ്ടല്ല, അവന്റെ കഴിവെന്താണെന്നും ആത്മാർത്ഥത എന്താണെന്നും അവരെല്ലാം കോടതിയിൽ തിരിച്ചറിഞ്ഞതാ, നീ പോലും. അന്നത്തെ കേസിന് ശേഷം നിനക്കും അവനോട് ബഹുമാനമുണ്ട്. അതിനുശേഷം മാത്രമല്ല, പിന്നീട് എന്തെല്ലാം സഹായങ്ങൾ നവീനേട്ടൻ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അതൊക്കെ അവന്റെ മനസ്സിൽ നിന്നോട് സ്നേഹമുള്ളതുകൊണ്ടാ.
പലതും ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടതാ. ആ സമയത്ത് സ്വന്തം ജോലി പോലും മാറ്റിവെച്ചിട്ടാ എനിക്കതെല്ലാം ചെയ്തു തന്നത്. ആ കടപ്പാടുകൊണ്ടാണല്ലോ നിനക്കിപ്പോ നിന്റെ മനസ്സിലുള്ളത് അവനോട് തുറന്നു പറയാൻ പറ്റാത്തത്. നമുക്കാരെയും അങ്ങനെ വേദനിപ്പിക്കാൻ പറ്റില്ലല്ലോ. എന്നാ നീ ഒരു കാര്യം കേട്ടോ, മറ്റന്നാ കോടതിയില് അവൻ എന്നോട് 100% ആത്മാർത്ഥത കാണിക്കില്ല. അവൻ ഒറ്റൊരുത്തം കാരണോ എനിക്ക് ഡിവോഴ്സ് കിട്ടാത്തെ. എടാ, അങ്ങനൊന്നും പറയല്ലേ. നവീനേട്ടൻ ഒരിക്കലും സ്വാർത്ഥത കാണിക്കില്ല. സ്വാർത്ഥനല്ലെങ്കിൽ മറ്റന്നാൾ അവനത് കോടതിയിൽ തെളിയിക്കണം. അനാമിക ബന്ധം പിരിയാൻ ബുദ്ധിമുട്ട്, അതവള് പണത്തിന് വേണ്ടി പ്രഷർ ചെയ്യുന്നയാ. അതുകൊണ്ടാ ഇപ്പോ കോടതിയിൽ ഒരു ഏറ്റുമുട്ടൽ വേണ്ടി വരുന്നത്. അവിടെ എനിക്ക് സത്യം പറഞ്ഞ ഇപ്പൊ നവീനെ മാറ്റി പരീക്ഷിക്കണമെന്ന് പോലും ഉണ്ട്. എടാ, നീ എന്തൊക്കെയാടാ പറയുന്നത്? അത് നവീനേട്ടനോട് ചെയ്യുന്ന ചതിയല്ലേ? ദേ, നിന്റെ കേസിന് ഒരു പൈസ പോലും നവീനേട്ടൻ വാങ്ങിച്ചിട്ടില്ല. അതെന്തിനാ അവൻ വാങ്ങിക്കാതിരിക്കുന്നേ? അവന് വേണമെങ്കിൽ ഞാൻ ലക്ഷങ്ങൾ കൊടുക്കാം. എനിക്ക് വേണ്ടത് അനാമികയെന്നൊരു മോചനമാ. ഇപ്പൊ ഞാൻ ആലോചിക്കുന്നത് വേണു അനാമികയും ചോദിക്കുന്ന പൈസ കൊടുത്തിട്ടായാലും ഡിവോഴ്സ് വാങ്ങിച്ചെടുത്താലോന്നാ. എടാ, ഒരിക്കലും അങ്ങനൊന്നും ചെയ്യരുത്. ദേ, നിന്റെ മുത്തശ്ശൻ പോലും അതിനെതിരാ. നവീൻ നിന്റെ വീട്ടിലേക്ക് പ്രൊപ്പോസലായിട്ട് വന്നുകൊണ്ട് എനിക്ക് ആകെ ഒരു ഭയോടി. ഇനിയിപ്പോ അനാമികയും ഞാനുമായിട്ട് പിരിഞ്ഞാലും നമുക്കിടയിൽ നവീൻ ഒരു തലവേദനയാവുമെന്നാ ഇപ്പൊ എന്റെ പേടി. ഇനിയിപ്പോ അനാമികയും ഞാനുമായിട്ട് പിരിഞ്ഞാലും നമുക്കിടയിൽ നവീൻ ഒരു തലവേദനയാവുമെന്നാ ഇപ്പൊ എന്റെ പേടി. അത് നിനക്കെന്നെ അറിയാത്തോണ്ടാ. നീ നിന്റെ വീട്ടിലെ എല്ലാവരോടും തറപ്പിച്ച് പറഞ്ഞല്ലോ, ഞാനല്ലാതെ മറ്റൊരു പെൺകുട്ടിയും നിന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ലെന്ന്. അത് ഞാൻ നേരത്തെ ഉറപ്പിച്ച തീരുമാനമാ. എന്റെ വീട്ടുകാരുടെ മുന്നിൽ എനിക്കത് പറയാനുള്ള ധൈര്യം ഇല്ലെങ്കിലും എന്റെ മനസ്സ് എന്നോടത് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് നിന്നെ ഞാൻ മാറ്റി പരീക്ഷിക്കുന്ന ഒരിക്കലും കരുതണ്ട. ആ ഉറപ്പ് മാത്രമേ എനിക്കുള്ളത്. ദേ അനി, നമ്മൾ അന്ന് പൊന്മുടി പോയപ്പോ പോലും അതിന്റെ അവസാനം നമ്മളെ രക്ഷിച്ചത് നവീനേട്ടനാ. അല്ല, നമ്മൾ ഒന്നിച്ചായിരുന്നു എന്ന് അറിഞ്ഞിട്ടും അവന് സംശയമൊന്നുമില്ലല്ലോ. അതെങ്ങനെ സംശയിക്കാനാ? അന്ന് നമുക്കൊപ്പം വിഘ്നേഷ് രാകേഷ് ഉണ്ടെന്നല്ലേ നമ്മൾ പറഞ്ഞേ. ഇനിയിപ്പോ സീരിയസ് ആയിട്ട് അവനോടൊന്ന് സംസാരിച്ചേ പറ്റൂ. ഏതായാലും കേസൊന്ന് കഴിയട്ടെ. നീ എത്രയും പെട്ടെന്ന് നവീനേട്ടനെ ഒന്ന് പോയി കാണ്. അവന്റെ അടുത്തേക്ക് ഞാൻ പോകുന്നേ. അവനെ കണ്ടിട്ട് അവന്റെ മനസ്സിലുള്ള എന്താണെന്ന് അറിയണം. എന്നിട്ട് വേണം അവനെ ഈ കേസിൽ നിലനിർത്തണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ. ആ ഒരു കാര്യത്തിൽ നിന്നോട് ഞാൻ ബെറ്റ് കെട്ടാൻ തയ്യാറാ. ഒരിക്കലും നവീനേട്ടൻ നിന്നെ കോടതിയിൽ ചതിക്കില്ല. നിന്നോട് ഈ കാര്യത്തിൽ ബെറ്റ് കെട്ടാനൊന്നും ഞാനില്ല. പക്ഷെ നീ നോക്കിക്കോ, നവീൻ മറ്റന്നാൾ കോടതിയില് വക്കീലിന്റെ തലച്ചോറ് ശരിക്കും പുറത്തെടുക്കില്ല. മുമ്പ് കോടതിയിൽ കണ്ട ആത്മാർത്ഥതയുടെ ഒരംശം പോലും അവൻ കുടുംബ കോടതിയിൽ കാണിക്കില്ല. അനി, മറ്റന്നാ കുടുംബ കോടതിയില് നീ എനിക്ക് വേണ്ടിയിട്ട് മാത്രം നിൽക്കണം. 100% ആത്മാർത്ഥത കാണിക്കണം. നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ കേസ് തോക്കാൻ വേണ്ടിട്ടാണോ വാദിക്കുന്നത്? അല്ല, നീ കുറച്ചുകൂടെ താല്പര്യം കാട്ടിയിരുന്നെങ്കിൽ എനിക്ക് എപ്പോഴേ ഡിവോഴ്സ് കിട്ടിയാനെ. അനീ, സുഹൃത്തിനെ വഞ്ചിക്കുന്ന പരിപാടി എനിക്കില്ല. സുഹൃത്തുക്കളുടെ മനസ്സറിഞ്ഞ് മാത്രം ജീവിക്കുന്ന ഒരുത്തനാ ഞാൻ. നിനക്കറിയാലോ, എനിക്കങ്ങനെ അധികം ഫ്രണ്ട്സ് ഒന്നുമില്ല. ഉള്ളവരെ ഞാൻ ഒരിക്കലും നിരാശപ്പെടുത്തിയിട്ടുമില്ല. എന്റെ സുഹൃത്തുക്കള് എന്നോട് അങ്ങനെ തന്നെ ആവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഒരിക്കലും നിന്നെ ചീറ്റ് ചെയ്തിട്ടില്ല നവീനെ. എന്നാണ് എന്റെ വിശ്വാസം. പിന്നെ നിനക്കും അറിയാലോ, നമ്മുടെ കോമൺ സുഹൃത്തിനെയാണ് ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നത്. ഡിവോഴ്സ് നടത്തി തന്നാ നീ എനിക്ക് വലിയ തുക തരാന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അനന്തപുരിക്കാർക്ക് വേണ്ടി വാദിക്കുന്ന കേസിനൊന്നും എനിക്കൊരാണ പോലും വേണ്ട. പക്ഷേ നന്ദു ഞാനും തമ്മിലുള്ള കാര്യം വരുമ്പോ നീയും നിന്റെ കുടുംബക്കാരും നന്ദി കാണിക്കണം. പ്രത്യേകിച്ച് നീയാണ് അതിൽ കൂടുതൽ താല്പര്യം കാണിക്കേണ്ടത്.
നിന്നെ ഞാൻ ഇങ്ങനെ കുറെ വിയർപ്പിക്കൂടാ. ആ, ഇപ്പൊ അതല്ലല്ലോ നമ്മുടെ വിഷയം. ഹ, അതും വിഷയമാണ്, പ്രത്യേകിച്ച് എനിക്ക്. എനിക്ക് മറ്റന്നാ ഡിവോഴ്സ് കിട്ടുമോ? ആ, എന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല. മൈ ലോർഡ്, സ്റ്റെവിൻ എന്ന ചെറുപ്പക്കാരനുമായിട്ട് അനാമികയ്ക്ക് അടുപ്പമുണ്ടെന്ന് ഞാനൊരു കള്ളക്കഥ ഉണ്ടാക്കി പറഞ്ഞതല്ല. അതിന് ജീവിച്ചിരിക്കുന്ന തെളിവുകളുണ്ട്. അതിവിടെ കോടതിക്ക് മുമ്പിൽ ഹാജരാക്കാൻ ബഹുമാനപ്പെട്ട കോടതി എന്നെ അനുവദിക്കുന്നു. ഒടുവിൽ അത് സംഭവിക്കുന്നു. ദുരിത ദാമ്പത്യത്തിൽ നിന്ന് അനിക്ക് മോചനം. പെണ്ണിന് നീതി കിട്ടണമെങ്കിൽ അവളുടെ ഭാഗത്ത് ഒരു ശരിയെങ്കിലും വേണം. അനി അനാമിക വിവാഹബന്ധം വേർപിരിയുന്നു. പത്തരമാറ്റ് തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 8:30.